പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ മഹനീയ അത്ഭുത ശക്തികളെ വിവരിക്കുന്ന ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏശയ്യാ 41 അധ്യായം 10 വാക്യം ഇപ്രകാരം പറയുന്നു: ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഇന്ന് അജ്മാൻ നഴ്സസ് മിനിസ്ട്രിയിൽ നിന്നും നിൽസൺ ജിസ ദമ്പതികളുടെ സാക്ഷ്യം നാം കേൾക്കുമ്പോൾ എത്ര കഠിന പരീക്ഷയിലും നമ്മുടെ മധ്യേ നമ്മെ കൈപിടിച്ചു നടത്തുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസം നമ്മിൽ ആഴപ്പെടട്ടെ. അപ്പം അങ്ങനെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സർജറിനെ പറ്റി ചിന്തിക്കേണ്ട, കാരണം സർജറി ചെയ്താലും കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുക, അയ്യോ സ്വർഗ്ഗമില്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് ചുമ്മാതാവൂലോ. എനിക്ക് ഏത് ബസ്സിനാ വന്നത്, ബസ്സിന്റെ പേരും അറിയത്തില്ല, ഒന്നുമില്ല, ആകെ ഞാൻ ബ്ലൈൻഡായി. പിന്നീട് ഞങ്ങൾക്ക് കാത്തിരിപ്പിന്റെ ദിവസങ്ങളായിരുന്നു. ഇവനെ വെന്റിലേറ്ററിലേക്ക് മാറ്റും. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ പ്രതീക്ഷയോട് കാത്തിരിക്കുക. അപ്പം അന്ന് സർജറി കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ കുഞ്ഞിനെ കാണാൻ വേണ്ടി ചെന്നപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു, സർജറിയുടെ ഫലമായിട്ട് കോംപ്ലിക്കേഷനായിട്ട് ഇവൻ്റെ വൻകുടൽ ചുരുങ്ങുക, അവിടുത്തെ ഞരമ്പുകളൊക്കെ ചുരുങ്ങുക, ചിലപ്പം അതിനൊരു സർജറി വേണ്ടി വരുമെന്ന്. അപ്പം ഈശോയോട് പറഞ്ഞു, ഈശോ ഇനിയും പരീക്ഷണോ, എന്നാലും ഈശോയോട് പ്രാർത്ഥിക്കാം, അത് മാറും എന്നൊരു വിശ്വാസം സമയത്തുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പം ആ പ്രശ്നം സോൾവായി. ഇവനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുക. അപ്പം ഞാനും ഹസ്ബൻഡ് രാവിലെ ഓടി വരുവായി കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ലിഫ്റ്റിൻ്റെ അവിടെ എത്തിയപ്പം ആ നേഴ്സ് പറഞ്ഞു, കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി, പക്ഷെ അവൻ്റെ ഓക്സിജൻ്റെ അളവ് താന്നു പോയത് കൊണ്ട് പിന്നെയും വെന്റിലേറ്റർ തന്നെ ഇട്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. 2 ദിവസം കഴിയുമ്പം പിന്നെയും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുമെന്ന് പറഞ്ഞു. പിന്നെയും ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. 2 ദിവസം കഴിഞ്ഞു. അന്നും അവനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോയി. അവനെ വെന്റിലേറ്ററിലേക്ക് തന്നെ ഇടുക. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് പിന്നെയും കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്നു. അന്നും ഇത് തന്നെ സംഭവിക്കുന്നു. അപ്പം ഒരു ENT ഡോക്ടറെ കാണിച്ചപ്പോൾ അവൻ്റെ തൊണ്ടയിൽ ഒരു ഗ്രോത്ത് ഉണ്ട്, അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഒരു മൈനർ സർജറി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ സർജറിക്കായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി. ആ സർജറി കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പം പിന്നെയും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയോടെയുള്ള ഒരു കാത്തിരിപ്പായിരുന്നു ആ 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അന്ന് അവനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെ അവൻ്റെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോയി. അവനെ വെന്റിലേറ്ററിലേക്ക് ഇട്ടു. അപ്പോൾ ആ ENT ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് നിൽസായും ഡ്യൂട്ടിയിലാണ്. അപ്പം ഞാൻ അവിടെ കുഞ്ഞിൻ്റെ അടുത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവന് ചിലപ്പോൾ ട്രക്കിയോസ്റ്റമിയിലേക്ക് പോകും, തൊണ്ട കുഴിച്ചിട്ട് അവന് വെന്റിലേറ്ററിൻ്റെ സഹായം കൊടുക്കേണ്ടി വരും, ചിലപ്പം ലൈഫിൽ ജീവിതത്തിലുടനീളം അങ്ങനെ ഒരു സഹായം വേണ്ടി വരുമെന്ന്. അന്നേരം എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു ട്രക്കിയോസ്റ്റമി പേഷ്യൻ്റ് അനുഭവിക്കുന്ന വേദനയും അവരെ നോക്കേണ്ട ബുദ്ധിമുട്ടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഇത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യത്തില്ല, നീ പറഞ്ഞിട്ട് ഈ കുഞ്ഞിനെ സ്വീകരിച്ചത്, ഇപ്പോൾ നീ ഇങ്ങനെ കുഞ്ഞിനെ വേറൊരു അവസ്ഥയിലേക്ക് മാറ്റുന്നത് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും നിരാശയിലേക്ക് പോയി. കുഞ്ഞിനെ സർജറിക്കുള്ള ഡേറ്റ് കിട്ടിയില്ല. ഞാൻ വീട്ടിലോട്ട് പോവുക. പിറ്റേ ദിവസം കുഞ്ഞിനെ കാണാൻ വേണ്ടി വരുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വരിക, ഇന്ന് കുഞ്ഞിനെ സർജറിക്ക് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, അന്ന് കൺസെൻറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ ഷാർജ ബസ്സിൽ, അബുദാബിക്കുള്ള ഷാർജ ബസ്സിൽ കയറി. എൻ്റെ ആ സീറ്റിൽ ആരുമില്ലായിരുന്നു. എനിക്ക് എൻ്റെ പ്രാർത്ഥന ആരും ഈശോ കേൾക്കുന്നില്ല. ഞാൻ അവസാനം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതാവുമ്പോൾ ഞാൻ എൻ്റെ ഭാവനയിൽ പിതാവായ ദൈവത്തെ ഞാൻ എൻ്റെ ഭാവനയിൽ കാണും. എൻ്റെ അപ്പനെ ഞാൻ കെട്ടിപ്പിടിച്ച് ഞാൻ കരയും. അതുപോലെ ഞാൻ ആ സീറ്റിലോട്ട് കയറി നിന്നിട്ട് എൻ്റെ തലയിലോട്ട് ഷോളൊക്കെ ഇട്ടിട്ട് ഞാൻ ഉറക്കെ കരയുക. ആരും എൻ്റെ അടുത്തിരിക്കുന്നില്ല, ആരും എന്നെ കാണുന്നൊന്നുമില്ല. ഇന്ന് ഞാനിങ്ങനെ പിതാവായ ദൈവത്തേട്ട് ആ എൻ്റെ ഭാവനയെ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ ഉറക്കെ കരയുക. ഈശോ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അങ്ങനെ എൻ്റെ പരാതികൾ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക 1.5 മണിക്കൂർ. ഞാൻ ഹോസ്പിറ്റലിലെത്തി, അബുദാബി ഹോസ്പിറ്റലിലെത്തിയപ്പോഴത്തേക്കും കുഞ്ഞിനെ സർജറിക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവരെന്നെ വെയിറ്റ് ചെയ്യുക. അപ്പം കൺസെൻറ്റ് ഞാൻ സൈൻ ചെയ്തു. അതിനകത്ത് എഴുതിയേക്കുന്ന
ട്രക്കിയോസ്റ്റമി എന്ന് എഴുതിയേക്കുന്നത്. അങ്ങനെ അവനെ സർജറിക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാൻ നേരെ പള്ളിയിലേക്ക് ഓടി. ഞാൻ പറഞ്ഞു, ഈശോയെ, ഞാൻ വിഡ്ഢിയായില്ലേ, നിനക്ക് വേണ്ടി ഞാൻ ഈ കുഞ്ഞിനെ സ്വീകരിച്ചത്. എന്നോട് എല്ലാവരും പറഞ്ഞു കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ. ഇവൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും പറഞ്ഞു സർജറി ചെയ്യരുത്, നാട്ടിലേക്ക് തിരിച്ച് നിങ്ങൾ രക്ഷപ്പെടാൻ പോലും ഡോക്ടേഴ്സ് പറഞ്ഞപ്പോഴും നിനക്ക് വേണ്ടി ഈശോയെ ഞങ്ങൾ ഈ കുഞ്ഞിനെ സ്വീകരിച്ചു, നീ ഇപ്പം എന്നെ പറ്റിച്ച് കളഞ്ഞില്ലേ എന്ന്. അപ്പോൾ ആ ആൾത്താരയിലേക്ക് ഞാൻ കമന്ന് ഞാൻ വീണു. എന്നിട്ട് ഞാൻ എൻ്റെ പരാതിയെ പറയൂ, എന്നെ പറ്റിച്ച ഈശോ, എന്നെ പറ്റിച്ച ഈശോ, അങ്ങനെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, നീ എന്നെ പറ്റിച്ച് കളഞ്ഞില്ല ഈശോ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം എൻ്റെ മനസാക്ഷി വരെ എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഞാൻ ചെയ്തത് വലിയൊരു പൊട്ടത്തരായിട്ട്. ആ അരമണിക്കൂർ മുമ്പ് അവിടെ ബലി അർപ്പിച്ചതാണ്. അപ്പോൾ ബലി അർപ്പിക്കുമ്പം അവിടെ വിശുദ്ധന്മാരെല്ലാം അവിടെ സന്നിധിയാവുമെന്ന് എനിക്കൊരു നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് ആ അൾത്താരിങ്ങനെ പരതുക. എന്നിട്ട് ഞാൻ പറയും, ഇപ്പം ഈ ബലി അർപ്പിക്കുമ്പോൾ ഇവിടെ നിന്നിരുന്ന ഏത് വിശുദ്ധനാണ് ആ വിശുദ്ധ, എൻ്റെ ഇമ്മാനുവേലിനോട് ഒന്ന് ഈശോയോട് റെക്കമെൻഡ് ചെയ്യാവോ. അങ്ങനെ ഓരോ വിശുദ്ധന്മാരെ വിളിച്ചിട്ട് ഞാനിങ്ങനെ കരയുക. കുറച്ച് കഴിയുമ്പം അതിൻ്റെ മനസ്സിലേക്ക് ഒരു ചിത്രം വന്നു. ഈശോ കുഞ്ഞിനെ സർജറി ചെയ്യുന്നു, മാതാവ് അടുത്ത് നിൽക്കുന്നു, കുറേ വിശുദ്ധന്മാർ ആ ടേബിളിൽ ചുറ്റും നിൽക്കുന്നു. എന്നിട്ട് ആ ട്രക്കിയോസ്റ്റമിയുടെ കിറ്റ് എടുത്തിട്ട് ഈശോ മാതാവിന് കൊടുക്കുന്നു, മാതാവ് അത് വിശുദ്ധന്മാർക്ക് കൊടുക്കുന്നു. എന്നിട്ട് അതിങ്ങനെ പാസ് ചെയ്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടുന്നു. ഇത് എൻ്റെ മനസ്സിലേക്ക് ഈ ചിത്രം വന്നപ്പോഴത്തേക്കും എൻ്റെ ആ നിരാശ മാറി. എനിക്ക് പഴയതുപോലെ ഈശോയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ഹൃദയ ആനന്ദം, സ്വർഗീയ ആനന്ദം കൊണ്ട് നിറയാൻ തുടങ്ങി. ഒരു പ്രത്യാശ എന്നിലേക്കുണ്ടായി. ഞാൻ ഇങ്ങനെ സ്തുതിച്ചിരുന്ന് നന്ദിയോട് പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അത് കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ ഗ്രോട്ടയിൽ ചെന്നപ്പം അവിടുന്ന് ഇങ്ങനെ മുല്ലപ്പൂവിൻ്റെ ഒരു കാറ്റ് വീശി. അതായത് നല്ല മുല്ലപ്പൂവിൻ്റെ മണം. അപ്പം ഞാൻ എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും ഇവനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് റൂമിലേക്ക് ICUവിലേക്ക് കൊണ്ടുവന്ന് കടത്തുക. അപ്പം ഞാൻ നോക്കുന്നില്ല, അവൻ്റെ കഴുത്തിലേക്ക് ഞാൻ നോക്കുന്നില്ല. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഇവനെ ട്രക്കിയോസ്റ്റമി ചെയ്തോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ നിലത്തോട്ട് നോക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പം നഴ്സ് പറഞ്ഞു, ഇല്ല ട്രക്കിയോസ്റ്റമി ചെയ്തില്ല, കുഞ്ഞ് വെന്റിലേറ്ററിലാണ്, അപ്പം മൂക്കിൽ കൂടി തന്നെ അവൻ്റെ ട്യൂബ് ഇട്ടേക്കുന്നത്. അപ്പം എനിക്ക് ആശ്വാസമായി. പിന്നെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞാൽ അവനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റും. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരിപ്പ. ഇപ്രാവശ്യം എന്തായാലും സക്സസ് ആവും, ഇവനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രാർത്ഥനയോടെ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ രാവിലെ ഞങ്ങൾ വന്നു, കുഞ്ഞിൻ്റെ അടുത്ത് വന്നു, കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. അപ്പം ഞങ്ങൾ കുഞ്ഞിനെ ഞാനും നിൽച്ചാനും ഇങ്ങനെ മാറി എടുക്കുക. കുഞ്ഞിനെ ഒന്ന് കരയിപ്പിക്കാൻ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം അതിന് താഴെ വെച്ച് അവൻ കരയും. അപ്പം ഞങ്ങൾ നേഴ്സുമാരോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക, 24 hours ഇവിടെ ഇരുന്നോളാം, ഞങ്ങൾ കുഞ്ഞിനെ കരയിപ്പിക്കത്തില്ല, ഞങ്ങളുടെ കയ്യിൽ വെക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാറി അവനെ കരയിപ്പിക്കാതെ വൈകുന്നേരം ഒരു 6 മണി വരെ ഇങ്ങനെ ഇരുന്നു. 6 മണിയായപ്പം അവൻ പതുക്കെ അവന് ശ്വാസം മുട്ടൽ പോലെ തോന്നി. അവൻ്റെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരുക. അപ്പം അവിടുത്തെ നേഴ്സ് പറഞ്ഞു, ഇവന് ഡീസാച്ചുറേറ്റഡ് ആവും, ഇവനെ വെന്റിലേറ്ററിലേക്ക് മാറ്റണം. അപ്പം അവിടെ സ്റ്റാഫ് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയം, നൈറ്റിൽ നേഴ്സുമാർ വരുന്ന സമയമാണ്. അപ്പം ആ നൈറ്റിൽ വന്ന നേഴ്സ് പറയുക, ഈ ഇവനെ കണ്ടപ്പോൾ, അയ്യോ ഈ കൊച്ചിനെയാണ് എനിക്ക് ഇന്നും കിട്ടിയത്, എനിക്ക് ഈ കൊച്ചിനെ വേണ്ട, എനിക്ക് ഈ കാരണം അവിടുത്തെ ഏറ്റവും സിക്കായ ബേബിയായിരുന്നു, ഈ സിക്ക് ബേബിനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായി. എൻ്റെ അപ്പനും നിൽച്ചായും പറഞ്ഞു, ഈശോയ്ക്കും ഞങ്ങളുടെ കുഞ്ഞിനെ വേണ്ട, ഡോക്ടേഴ്സും മടുത്തു, നേഴ്സസിനും വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ കരയുമായിരുന്നിട്ട്. അപ്പം ഞാൻ നേഴ്സാണ്, ഞാനും പറയാറുണ്ട്, എനിക്ക് സിക്ക് പേഷ്യനെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി കെയർ ഉള്ളൊരു പേഷ്യനെ കിട്ടുമ്പോൾ ഞാൻ പിറുപിറുക്കാറുണ്ട്. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഇനി മുതൽ ഞാൻ പിറുപിറുക്കത്തില്ല, എനിക്ക് കിട്ടുന്ന ഏത് പേഷ്യൻ്റ് ആണേലും അതിനെ ഞാൻ ഈശോ തരുന്നതായിട്ട് ഞാൻ സ്വീകരിക്കാമെന്ന്. എന്നിട്ട് ഞങ്ങൾ ICUവിന് പുറത്തോട്ട് ഞങ്ങൾ ഞങ്ങൾ വണ്ടിയെ പോയിരുന്ന് എനിക്ക് ഒത്തിരി സങ്കടം തോന്നുമ്പം എനിക്ക് ഉറക്കം വരും. ഞാൻ പതുക്കെ ഞാൻ ഉറങ്ങുക. അപ്പം നിൽച്ചായും പറഞ്ഞു, നിൽച്ചാനെ ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ പതുക്കെ ഉറക്കത്തിലേക്ക് പോയി. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ നിൽച്ചാൻ ഇങ്ങനെ ഇത് പ്രാർത്ഥിക്കുന്നത് എനിക്ക് കേൾക്കാം. ഒരു 5 മണിയൊക്കെ ആയപ്പം നിൽച്ചായൻ ICUവിലേക്ക് വിളിച്ചപ്പം അവർ പറഞ്ഞു, കുഞ്ഞിനെ വെന്റിലേറ്ററിൽ മാറ്റിയില്ല, അതിന് പകരം ഓക്സിജൻ്റെ ഹൈ ഫ്ലോ ഓക്സിജനിലേക്ക് ബൈപ്പാപ്പ് എന്ന് പറഞ്ഞ മെഷീനിലേക്ക് കുഞ്ഞിനെ മാറ്റിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി, അറ്റ്ലീസ്റ്റ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയല്ലോ എന്ന് ഓർത്തിട്ട്. ഞങ്ങൾ ഓടി ICUവിലേക്ക് ഓടി. അപ്പോൾ അവിടുത്തെ നേഴ്സസ് പറഞ്ഞു, അവനെ വെന്റിലേറ്ററിലേക്ക് ഇടാൻ സമയം ഇൻറ്റുബേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് പറഞ്ഞു, നമുക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഓക്സിജൻ്റെ ഹൈ ഫ്ലോയിലേക്ക്, വലിയൊരു ഓക്സിജൻ പോകുന്ന ആ മെഷീനിലേക്ക് അവനെ ഇടുക. പക്ഷെ അവൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, അവൻ അതിനെ അതിജീവിക്കുന്നുണ്ട് ആ അവസ്ഥയെ.
അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു. അവൻ്റെ ഓക്സിജൻ്റെ അളവ് കുറച്ച് വന്നു. അവന് ഓക്സിജൻ ഇല്ലാതെ ശ്വസിക്കാവുന്ന നിലയിലായി. ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. അങ്ങനെ 1 മാസത്തിന് ശേഷം ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളെ കണ്ണു തുറന്ന് ഞങ്ങളെ കാണുക. അന്ന് പിന്നെ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അന്ന് ഫീഡ് ചെയ്തപ്പം അവൻ്റെ പാല് പോകുന്നത് അവൻ്റെ ശ്വാസകോശത്തിലേക്കായിരുന്നു. അതുകൊണ്ട് അവനെ NCT ട്യൂബ് ഇട്ടു, മൂക്കിലൂടെ ട്യൂബ് ഇട്ടിട്ടാണ് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ അവനെ ഡിസ്ചാർജ് ചെയ്തു. അപ്പം ഞങ്ങളുടെ ആ വലിയ സന്തോഷത്തിൽ ഒരു കുഞ്ഞു വേദനയായിട്ട് ആ മൂക്കിൽ ട്യൂബ് ഇട്ടിട്ട് അവനെ ഡിസ്ചാർജ് ചെയ്ത് വിട്ടുക. ഞങ്ങൾക്ക് ആ ഡിസ്ചാർജ് ചെയ്യുന്ന ആ ദിവസം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ വീട്ടിൽ അവർ കൊണ്ടുപോകുന്നു, ഇവൻ ഇമ്മാനുവേലിനെ കൊഞ്ചിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവൻ്റെ NCT ട്യൂബ് അഴിഞ്ഞു പോവും. അന്നേരം അത് ഇടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമേറിയതാണ്. ചില സമയത്ത് 2 or 3 പ്രാവശ്യം ഇട്ടാലും കിട്ടത്തില്ല. 6 പ്രാവശ്യം വരെ ഇത് ഇട്ടാലാണ് ശരിയായ സ്ഥാനത്ത് വരുള്ളൂ. അപ്പോൾ ഇവനിങ്ങനെ വേദന കൊണ്ട് പുളയും. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയും, ഈശോയ്ക്ക് കുറേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആവശ്യമുണ്ട്, അതുകൊണ്ട് അവനിങ്ങനെ സഹനം കൊടുക്കുന്നത്. അപ്പോഴാണ് NCT ട്യൂബ് അവൻ ഊരി പോകുന്നത് എന്ന് ഞാൻ പറയും. അങ്ങനെ അവന് കളിക്കാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവൻ്റെ ലെഫ്റ്റ് സൈഡ് കൈയും കാലും അനക്കം കുറവാണ് റൈറ്റ് സൈഡിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ അതെനിക്ക് നെൽസാനോട് പറയാൻ പേടിയായി. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ഓരോരോ സംശയങ്ങളായിട്ട് ഞാൻ വരുക എന്ന് പറഞ്ഞു എന്നെ വഴക്ക് പറയും. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഇവൻ്റെ ലെഫ്റ്റ് സൈഡ് അനങ്ങുന്നുണ്ട്, പക്ഷെ അനക്കം കുറവാണ്, അത് എനിക്ക് പേടിയാവുന്നു ഈശോയെ, എന്താ ഈശോ എന്നൊക്കെ ഞാൻ ചോദിക്കും. എന്നിട്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പം അത് സെറിബ്രൽ പാൾസിയുടെ ലക്ഷണമായിട്ടാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയും, ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടില്ല, എനിക്കും അറിയാം, ഈശോയ്ക്ക് മാത്രം അറിയാം. അപ്പം എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയുക, ചേച്ചി ഞാൻ ഇന്ന് കരുണയുടെ ജപമാല ചൊല്ലിയപ്പം ഒരു ദർശനം കണ്ടു, ഈ മാതാവ് ഇമ്മാനുവേലിൻ്റെ കയ്യെ പിടിച്ച് നടത്തുന്ന ഒരു ദർശനം കണ്ടു എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അറ്റ്ലീസ്റ്റ് എൻ്റെ കുഞ്ഞിതാ എഴുന്നേറ്റ് നടക്കുന്നു എന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടിയല്ലോ. പിറ്റേ ദിവസം നമ്മുടെ നഴ്സസ് മിനിസ്ട്രിയിൽ ബ്രദർ പറയുക, സിസ്റ്റർ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഇമ്മാനുവേലിൻ്റെ കയ്യെ പിടിച്ച് ഇങ്ങനെ എഴുന്നേൽപ്പിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഈ 2 കാര്യങ്ങളും മതിയായിരുന്നു അവൻ്റെ അവസ്ഥ എനിക്ക് മറക്കുവാൻ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈശോ അവനെ എഴുന്നേൽപ്പിക്കുമെന്ന്. പിന്നെ ഞാൻ ഡോക്ടേഴ്സിനോട് ഇവൻ്റെ ഇങ്ങനെ അനക്കക്കുറവാന്ന് പറഞ്ഞപ്പം അവർ MRI ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, MRI ചെയ്താലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ? അന്നേരം ഡോക്ടർ പറഞ്ഞു, ഇവന് ഫസ്റ്റ് സർജറി സമയത്തും സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഫലമാണ്. MRI ചെയ്താലും അത് എത്ര വലിപ്പം ഉണ്ടെന്നറിയാം, പക്ഷെ ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഞാൻ പറഞ്ഞു ചെയ്യണ്ടായി എന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഈശോ അവന് സൗഖ്യം കൊടുക്കാമെന്ന് ഓൾറെഡി വാഗ്ദാനം ചെയ്തതാണല്ലോ. പിന്നെ 6 മാസം കഴിഞ്ഞപ്പം അവൻ്റെ അടുത്ത സർജറിയാണ്. രണ്ടാമത്തെ സർജറിക്ക് പോകാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് കയറുന്നതിന് മുമ്പ് ആ വണ്ടി ഇരുന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞങ്ങൾ 2ാമത്തെ പീഡാസഹനത്തിലേക്ക് കടക്കുക. അപ്പോൾ എൻ്റെ കുഞ്ഞ് അനുഭവിക്കാൻ പോകുന്ന വേദന, ഞങ്ങളുടെ വേദനയെല്ലാം പരിശുദ്ധ അമ്മയുടെ ഹൃദയം വഴിയായി ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് ആത്മാക്കൾ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുക. ചിലപ്പോൾ ഞാൻ മറന്നു പോകുമായിരിക്കും, ഇടയ്ക്ക് ഞാൻ മറന്നു പോകും. ചിലപ്പോൾ നീ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കൊടിയ പീഡസഹനങ്ങളൊക്കെ തരുമ്പം ഞാൻ നിന്നെ ഇട്ടിട്ട് പോകും. അപ്പോൾ ഇതൊന്നും പറയാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇപ്പോഴേ ഞാൻ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കെല്ലാം പറഞ്ഞു വെച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസിലോട്ട് കിടക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് സർജറി കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോയോട് എപ്പോഴും ചോദിക്കുമായിരുന്നു, ഈശോ എന്തിനാ ഇത്രയും വലിയ സഹനത്തിലൂടെ ഈശോയെ കടത്തി വിട്ടത്? ഒരു 2 ആഴ്ച കൊണ്ട് തീർന്ന ഒരു ഡിസ്ചാർജ് ആയി വരുന്ന ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ ഈശോ ഒത്തിരി അവനെ 4 സർജറി ചെയ്യിപ്പിച്ചു. ഞങ്ങളെ വലിയ മാനസികാവസ്ഥയിലൂടെ കടത്തി വിട്ടി. അതെന്തിനായിരുന്നു ഈശോ? അത് ഞാൻ എപ്പോഴും ചോദിക്കുമായിരുന്നു. അതിന് ഉത്തരം തന്നത് ഈശോ 2ാമത്തെ സർജറിയിലാണ്. 2ാമത്തെ സർജറിക്ക് വലിയ ഒന്നുമില്ലായിരുന്നു. അപ്പം ഇവനെ ICU കിടക്കും. എനിക്ക് മദേഴ്സ് റൂം കിട്ടി. അപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പം പല അമ്മമാരുടെയും തേങ്ങലുകൾ കേൾക്കാം. അവരുടെ കുഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയും ഓപ്പറേഷന് വേണ്ടി ഫിക്സ് ചെയ്യുന്ന പല അമ്മമാരെയും. അപ്പം ഞാൻ ഈ അമ്മമാരുടെ അടുത്ത് പോയിട്ട് ഈ ഇമ്മാനുവേലിൻ്റെ സർജറി ചെയ്ത് കിടക്കുന്ന ഫോട്ടോയും, കാരണം ഇവൻ്റെ വലിയ സർജറി ആയിരുന്നു, ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം ചെറിയ സർജറിയാണ്. അപ്പോൾ ഇവൻ്റെ ആ ഫോട്ടോയും ഇവന് വീഡിയോസും കാണിക്കും. അതുപോലെ ഇവൻ ഡിസ്ചാർജ് ആയി വന്നിട്ടുള്ള ഇവന് ആക്റ്റീവായി ഇവൻ്റെ കളിയും ചിരിയും എല്ലാം കാണിക്കും. എന്നിട്ട് ഞാൻ അവരോട് പറയും, കണ്ടോ എൻ്റെ കുഞ്ഞ് ഇത്രയും വലിയ സിക്കായിട്ടും ദൈവം അവന് ഇത്രയും ഹീലിംഗ് കൊടുത്തു. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെയും ദൈവം രക്ഷിക്കും, ദൈവം സുഖപ്പെടുത്തും, നിങ്ങളുടെ കുഞ്ഞും ഇതുപോലെ ആവും എന്ന് അവരോട് പറഞ്ഞു. പല ഭാഷകളുള്ള അമ്മമാരാ. അപ്പോൾ എനിക്ക് അവരോട് സംസാരിക്കാൻ ലാംഗ്വേജ് ഒന്നുമില്ല. എങ്കിലും ഈ വീഡിയോ കാണിക്കുമ്പോൾ, ഈ ഫോട്ടോ കാണിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും. അവരതിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരും എനിക്ക്.
അപ്പം എനിക്ക് മനസ്സിലായി ഈശോ എന്തിനാ എന്നെ അന്ന് അത്രമാത്രം സഹനത്തിലൂടെ കടത്തി വിട്ടതെന്ന്. ഈശോയുടെ കുറേ മക്കളെ ആശ്വസിപ്പിക്കാനായിട്ട് ഈശോ എന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഈശോ ആ സഹനത്തിലൂടെ കടത്തി വിടുകയായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ സർജറി കഴിഞ്ഞു. പിന്നെ മൂന്നാമത്തെ സർജറി അവൻ്റെ 4-ാം വയസ്സിലാണ്. അപ്പോഴത്തേക്കും കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു ഭയത്തിൻ്റെ മേഖലയായിരുന്നു. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, പിള്ളേർക്ക് കോവിഡ് വരാം, പ്രത്യേകിച്ച് ഇമ്മാനുവേലിന്. അവന് കോവിഡ് വന്നാൽ പിന്നെ അത് വലിയൊരു ആപത്തിലേക്ക് നയിക്കും. പക്ഷെ ഞങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം തേടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷെ ആ 2 വർഷം ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങൾക്കും ഒരു അസുഖം വരാതെ, ഒരു ഹോസ്പിറ്റലിൽ പോകാതെ ദൈവം ഞങ്ങളെ കാത്തു സംരക്ഷിച്ചു. പിന്നെ മൂന്നാമത്തെ സർജറി ചെയ്യുന്നത് അവൻ്റെ 5-ാം വയസ്സിലായിരുന്നു. അന്നേരം ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷമം അവനെ എങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടത്തി വിടുമെന്നതാണ്. കാരണം അവന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അവൻ ഓടിച്ചാടി നടക്കുന്നു, ഒരു കുഴപ്പമില്ലാത്തൊരു കുഞ്ഞിനെ എങ്ങനെ ഞങ്ങളെ പിരിഞ്ഞ് അവൻ ഇരിക്കും, അതെങ്ങനെ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭയത്തിൻ്റെയും വേദനയുടെയും ഒരു അവസ്ഥയായിരുന്നു. ഞാൻ പല അമ്മമാരെ കോൺടാക്ട് ചെയ്തു. ഇവൻ്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം സർജറി ചെയ്ത അമ്മമാരെയും കോൺടാക്ട് ചെയ്തപ്പം അവരുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം 3-ാമത്തെ സർജറി കഴിഞ്ഞു. അവർ പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടതായിരുന്നു. ഇവർ ഓപ്പറേഷന് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞാലും ട്യൂബ്സ് എല്ലാം ഇവർ വലിച്ചു പറിക്കാൻ നോക്കും, കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഓടാൻ നോക്കും. അപ്പം 1 മാസം അവർ വളരെ ബുദ്ധിമുട്ടി എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാനും ഈ അവസ്ഥയിലൂടെയാണല്ലോ ഈശോയെ കടന്നു പോകണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് 3-ാമത്തെ സർജറിക്ക് കയറിയത്. അപ്പം ഞാൻ സർജറി ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടേഴ്സ് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇമ്മാനുവേലിന് ഈ 3-ാമത്തെ സർജറി വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ചിലപ്പം സർജറി ചെയ്യുന്ന സമയത്ത് അവന് പാരലൈസ്ഡ് ആയി മാറും, ചിലപ്പോൾ അവൻ്റെ ശബ്ദം നഷ്ടപ്പെടാം, ബ്ലീഡിങ് ഉണ്ടാവും, ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ പല കോംപ്ലിക്കേഷനും പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് ഞങ്ങളെ സർജറിക്ക് കൺസെൻറ്റ് എടുത്തത്. ഈ സർജറിക്ക് മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പ് അവൻ ആ ഹോസ്പിറ്റലിൽ കൂടെ ഓടിച്ചാടി നടക്കുക. അപ്പോൾ അവനെ എടുത്തോടെ ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുന്നു. അവനെ അവിടെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ സ്ട്രെച്ചറിൽ കടത്തുക എന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു വേദനയുടെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ എൻ്റെ മമ്മി എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അബ്രാഹം ഇസഹാക്കിനെ ആ ബലിപീഠത്തിലേക്ക് വെച്ചില്ലേ, അതേപോലെ നീ ആ കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊടുക്കണം. നീ അബ്രാഹത്തിന് ഇസ്ഹാക്കിന് തിരിച്ചു കൂട്ടുന്നത് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ കുഞ്ഞ് വരും, 5-6 മണിക്കൂറുകൾ കഴിയുമ്പം എൻ്റെ കുഞ്ഞ് തിരിച്ചു വരും, അവൻ പതുക്കെ നോർമൽ ലൈഫിൽ നയിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അവനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവനെ അയച്ചു. ഞങ്ങൾ നേരെ അന്ന് എൻ്റെ മമ്മി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനും മമ്മിയും പള്ളിയിലേക്ക് പോയി. നെൽസ്റ്റായൻ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്നപ്പം ഞാൻ ഇങ്ങനെ കരയുമോ, എൻ്റെ കുഞ്ഞിപ്പോൾ കരയുവാണോ, അവന് പേടിയാണോ, അവൻ എന്നെ കാണാതെ വിഷമിക്കുകയാണോ എന്നോർത്ത് ഇങ്ങനെ ഞാൻ കരയുമോ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്നിട്ട്. ഞാൻ ഈ സർജറിക്ക് വരുന്നതിൻ്റെ 1 ആഴ്ച മുമ്പ് ഞങ്ങളുടെ നഴ്സസ് മിനിസ്ട്രിയിലെ കൂട്ടായ്മയിൽ അന്നത്തെ വചനം വിശ്വാസത്തെ പറ്റിയായിരുന്നു. എനിക്കറിയാം അന്ന് വിശ്വാസത്തിൻ്റെ വിത്ത് എനിക്ക് ഈശോ തന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന എന്നെ ഈശോ നല്ല വിശ്വാസ ദൃഢതയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റി. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം സംഭവിക്കുമെന്നൊരു വിശ്വാസം എനിക്ക് വന്നു. അങ്ങനെ ഞാൻ പള്ളിയിലിരുന്ന് ദിവ്യഗാനത്തിന് മുമ്പിലിരുന്ന് ഞാൻ കരയുക. ഞാൻ കരഞ്ഞിട്ട് ഞാൻ വചനം എടുത്ത് നോക്കുമ്പോൾ ഈശോ പറയുക, കണ്ണീര് തുടയ്ക്ക്, സന്തോഷമായിരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക. അങ്ങനെ ഓരോരോ വചനം കൊണ്ട് ഈശോ എന്നെ ഇങ്ങനെ ആശ്വസിപ്പിക്കുക. അപ്പം ആ ഈശോയുടെ ഒരു ലൈവായി ഈശോ എൻ്റെ അടുത്തിരുന്ന് എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ഈശോ. അപ്പം ആ ഈശോയുടെ സ്നേഹം എല്ലാം ഓർത്തപ്പം പിന്നെ ഞാൻ ഇത്രയും ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊരു ഇതോർത്ത് ആ ഈശോയുടെ സ്നേഹത്തെ ഓർത്ത് ഞാൻ ഇരുന്ന് കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഇമ്മാനുവേലിൻ്റെ സർജറി നടക്കുമ്പോൾ അത് നിന്റെ പരിശുദ്ധാമ്മയുടെ ഉമ്മരഹൃദയം വഴി ഈശോയുടെ പീഡാസഹനത്തോട് ഞാൻ ചേർത്ത് വെക്കുക. അപ്പോൾ നീ ഒത്തിരി ആത്മാക്കളെ, ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളെയും ലോകത്തിലുള്ള പാവികളായ ആത്മാക്കൾക്കെല്ലാം ആയിട്ട് നീ അത് ഉപയോഗിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ നീ ആ ഓപ്പറേഷൻ തിയേറ്ററിലോട് കയറുന്ന ഓരോ മക്കളെയും നീ ആശീർവദിച്ചിട്ടേ, നിന്റെ അനുഗ്രഹം കൂടാതെ ആരെയും ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കടത്തി വിടല്ലേ, ആ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറെ അനുഗ്രഹിക്കണമേ, കൈകളിലൂടെ പ്രവർത്തിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നതെല്ലാം സംഭവിക്കുമെന്ന് വിശ്വസിക്കാനുള്ളൊരു കൃപ എനിക്ക് കർത്താവ് തന്നു. അങ്ങനെ അവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ ഞങ്ങളെ വിളിപ്പിച്ചു. അപ്പം ഞങ്ങൾ ഇച്ചിരി പേടിയോടെ പോകുന്നത്, കാരണം ആദ്യത്തെ ഓപ്പറേഷത്തിൻ്റെ ആ പേടി ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഞങ്ങൾ പോയപ്പം ഡോക്ടർ ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. ഡോക്ടർ വന്ന് സർജറി സക്സസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഒരു വാക്കും കൂടെ പറഞ്ഞു, ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയി ചെയ്ത സർജറി ആയിരുന്നു,
ഇത് എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ICUവിലേക്ക് മാറ്റി. അപ്പം ഞങ്ങൾ ICUലോട്ട് ചെന്നപ്പം അവനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ICUവിലേക്ക് കയറ്റി കിടത്തിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ 2 ചെസ്റ്റിലും 2 തുളയിട്ടിട്ട് അതിലൂടെ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കെട്ടിക്കിടക്കുന്ന ആ രക്തമെല്ലാം പുറത്തു പോകാൻ വേണ്ടിയിട്ട്. കൂടാതെ വയറ്റിലും ഒരു ട്യൂബ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആ ICUവിൽ എനിക്കും നെൽസ്റ്റായനും അവിടെ അവൻ്റെ കൂടെ നിൽക്കാമായിരുന്നു. 24 hours നിൽക്കാം. ഞങ്ങൾക്ക് അവിടെ കിടക്കാനുള്ള സൗകര്യമുണ്ട്, കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു സ്യൂട്ട് പോലത്തെ ICU ആയിരുന്നു. അപ്പം ഡോക്ടേഴ്സ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് വന്ന് പറയും, പിന്നെ സർജറി ചെയ്തത് വലിയ സർജറിയാണ്, 1 മാസം കുഞ്ഞിന് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ വേണം. അതുപോലെ ഇവൻ്റെ ചെസ്റ്റിൽ നിന്നുള്ള ട്യൂബ്സ് അത് മാറ്റുന്നതിന് മിനിമം 2 weeks, ചില പിള്ളേർക്ക് 1 മാസത്തിൽ കൂടുതൽ എടുക്കും. അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇപ്പോഴേ തയ്യാറായിരിക്കണം, ഈ കാര്യങ്ങളൊക്കെ അംഗീകരിക്കാൻ തയ്യാറായിരിക്കണം എന്ന് എല്ലാ ഡോക്ടേഴ്സും വന്ന് ഞങ്ങളോട് പറയുമായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ്റെ സെഡേഷൻ എല്ലാം കുറച്ചു. അപ്പം ഇവന് വേദനിക്കാൻ തുടങ്ങി. വേദനയ്ക്ക് പെയിൻ കില്ലർ കൊടുക്കെങ്കിലും ഇവന് നടക്കാൻ പറ്റുന്നില്ല, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ഇവൻ്റെ ചേച്ചീനെയും ചേട്ടനെയും വിളിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയെല്ലാം കൊണ്ട് ഇവന് ഡിപ്രഷനായി. ഇവൻ്റെ മുഖത്ത് ഒട്ടും സന്തോഷമില്ല, കണ്ണുകളിൽ വേദന. അപ്പം അതുവരെ നല്ല കളിയും ചിരിയുമായി നടന്ന ഇമ്മാനുവേൽ ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോവുക. അപ്പം ഞാൻ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ, ഇമ്മാനുവേൽ എനിക്ക് ബാക്ക് പഴയതുപോലെ കിട്ടത്തില്ലേ? അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യാം, പതുക്കെ പതുക്കെ അവന് നോർമൽ ആയിക്കോളൂ എന്ന് പറഞ്ഞു. ഇവന് ഇങ്ങനെ ഉറക്കത്തിലും ഇങ്ങനെ ഞെരങ്ങി മൂളിക്കൊണ്ടിരിക്കുന്ന വേദന കാരണം. അപ്പം ഞാൻ അവനെ ഉറങ്ങിയാലും അവനെ ഞെട്ടി ഉണരും, കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എൻ്റെ കൊച്ചിനെ കുറച്ച് നേരം ഒന്ന് ഉറക്കുക ഈശോയെ, നീ ഒന്ന് അടുത്ത് വന്നിരിക്കുക, നീ അവൻ്റെ നെറ്റിയിലൊക്കെ ഒന്ന് തലോട്, അപ്പോൾ അവൻ ഉറങ്ങും, അവൻ്റെ വേദനയെല്ലാം കുറഞ്ഞു കിട്ടും, അവന് ആശ്വാസമാകും എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് കൊന്ത ചെല്ലുക. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന കേട്ട് ഈശോ വന്നിട്ടുണ്ടെങ്കിൽ അവന് ചിരിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു, ഉറക്കത്തിൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊന്ത എല്ലിക്കൊണ്ടിരുന്നപ്പം ഞാൻ അവനെ നോക്കുമ്പോൾ അവൻ ചിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ തോന്നലായിരിക്കും, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് എൻ്റെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അത് ഇഗ്നോർ ചെയ്തു. കുറച്ച് കഴിയുമ്പം അവൻ ഉറക്കത്തിൽ നന്നായിട്ട് ചിരിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ഈശോ അവിടെയുണ്ട്, അവൻ്റെ അടുത്തുണ്ട്, അവനെ ആശ്വസിപ്പിക്കുന്നുണ്ടെന്ന്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 5th day ആയി. അപ്പം ഡോക്ടേഴ്സ് വന്ന് നോക്കിയിട്ടപ്പം അവൻ്റെ ഒരു ചെസ്റ്റിൽ ഒരു ട്രെയിൻസിൽ കുറഞ്ഞു, അതിൻ്റെ രക്തത്തിൻ്റെ അളവ് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ റിമൂവ് ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, പിറ്റേ ദിവസം കൂടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് 6ാമത്തെ ദിവസം വന്ന് നോക്കുമ്പോൾ 2 ചെസ്റ്റ് ട്യൂബിൽ 2 ട്യൂബും 0 ആയി കിടക്കുക. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞത് അത്ഭുത. കാരണം ഇങ്ങനെ സർജറി ചെയ്ത കുഞ്ഞുങ്ങൾക്ക് 2 ആഴ്ചയോളം കണ്ടിന്യൂസ് ഹെവി ആയിട്ട് കട്ട പിടിച്ച രക്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം 6ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നിന്നത് അത്ഭുതമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ബൈബിൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ആ സർജറി ചെയ്ത സർജൻ വന്നിട്ട് ഇതെന്നോട് ചോദിച്ചു, ഇതെന്താന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അത് ഞങ്ങളുടെ ഹോളി ബൈബിളാന്ന് പറഞ്ഞു. അയാൾ അത് തുറന്നു നോക്കി. അപ്പം ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ നിനക്കറിയോ, 1 മാസമായിട്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, നീ എനിക്ക് വേണ്ടി എന്താ പ്രാർത്ഥിച്ചേ? ഞാൻ പറഞ്ഞു, നിനക്ക് നല്ല ആരോഗ്യം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചു, നിനക്ക് ജ്ഞാനം കൊണ്ട്, സ്വർഗത്തിൽ ജ്ഞാനം കൊണ്ട് നിറയുവാൻ ഞാൻ പ്രാർത്ഥിച്ചു, അതുപോലെ നിൻ്റെ കുടുംബത്തിൽ നല്ല സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു, എന്നാലല്ലേ എൻ്റെ കുഞ്ഞിനെ നിനക്ക് നന്നായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, റിയലി ഞാൻ ശരിക്കും അത് ഫീൽ ചെയ്തു. കാരണം 150ഓളം സർജറി ഞാൻ ചെയ്തു, പക്ഷേ ഇത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ ചെയ്ത സർജറി ഇത് ആദ്യമായിട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് അവൻ്റെ 2 ഡ്രെയിൻസും റിമൂവ് ചെയ്ത് ഞങ്ങളെ റൂമിലേക്ക് മാറ്റുവാം. അതുവരെ ഇമ്മാനുവേൽ നടക്കത്തില്ലായിരുന്നു. ഒരു 60% ഓക്കെ ആയിരുന്നു, സംസാരിക്കും, പതുക്കെ ഫുഡ് കഴിക്കും. പക്ഷെ റൂമിലേക്ക് മാറ്റി ഓരോ മണിക്കൂറുകൾ കൊണ്ട് അവന് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ആവാൻ തുടങ്ങി. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവൻ പിടിച്ച് റൂമിൽ കൂടെയൊക്കെ നടക്കാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അവന് ഒരു വാർഫാരിൻ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ആ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 8 ദിവസം, ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടക്കണം എന്ന് പറഞ്ഞു. അത് ഇവിടുത്തെ പ്രോട്ടോക്കോളാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനി കുഞ്ഞ് കംപ്ലീറ്റ് നോർമൽ ആയാലും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഡിസ്ചാർജ് ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം 15-ാം തീയതി, ഓഗസ്റ്റ് 15-ാം തീയതി മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണ്. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വെറുതെ ആഗ്രഹിച്ചു, മാതാവിൻ്റെ ഒരു സ്വർഗാരോഹണത്തിന് ഗിഫ്റ്റായിട്ട് ഞങ്ങൾക്ക് അന്ന് കുഞ്ഞിനെ ഡിസ്ചാർജ് ആക്കി തരുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം അത് നടക്കത്തില്ല, 1% പോലും നടക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. പിറ്റേ ദിവസം 7ാമത്തെ ദിവസം
ഡോക്ടർ വന്നിട്ട് അവൻ്റെ ബ്ലഡിൻ്റെ ലെവൽ പരിശോധിക്കുമ്പം അത് നോർമൽ ആയിരിക്കുക. അപ്പം ഡോക്ടർ പറഞ്ഞു അത് തെറ്റായ റിസൾട്ടാണ്, റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്കറിയായിരുന്നു ഇതെൻ്റെ ഈശോയുടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. അപ്പോൾ രണ്ടാമതും അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം അതേ സെയിം റിസൾട്ട് തന്നെ കാണിക്കുക. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു ഇവൻ്റെ ബ്ലഡിൻ്റെ ആ അളവ് നോർമൽ റേഞ്ചിലായി, നിനക്ക് നാളെ വീട്ടിൽ പോകണമെന്ന് ചോദിച്ചു. നാളെ അതായത് 8ാമത്തെ ദിവസം ഓഗസ്റ്റ് 15-ാം തീയതി. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. പിറ്റേ ദിവസം ഡോക്ടർ അന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഒന്നുകൂടെ ചെക്ക് ചെയ്യാം, നോർമലാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ 8ാമത്തെ ദിവസം അവൻ്റെ എല്ലാം ബ്ലഡിൻ്റെ എല്ലാം ടെസ്റ്റ് ചെയ്തതെല്ലാം നോർമലായി. അങ്ങനെ ഞങ്ങൾ ഓഗസ്റ്റ് 15-ാം തീയതി മാതാവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ തിരുനാളിൻ്റെ അന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വരിക. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും അവന് സൈക്കിള് ചവിട്ടാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഡോക്ടേഴ്സിന് അയച്ചു കൊടുത്തു, പിന്നെ ഓക്കെ ആയി, സൈക്കിൾ ചവിട്ടാൻ തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ അവന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അവന് സ്കൂളിൽ പോകാൻ തുടങ്ങി. സാധാരണ കുഞ്ഞുങ്ങളെ പോലെ ആരോഗ്യത്തോടെ ഇന്ന് അവന് ജീവിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ കളിയും സന്തോഷവും എല്ലാം നിയന്ത്രിക്കുന്നത് ഇമ്മാനുവേലാണ് ഇന്ന് നിയന്ത്രിക്കുന്നത്. ഞങ്ങൾ ഇന്ന് ഇമ്മാനുവേലിനെ ഓർത്ത്, ഇമ്മാനുവേലിനെ ഞങ്ങൾക്ക് തന്ന ഈശോയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുക. ഇമ്മാനു ഉണ്ടായതിന് ശേഷം ഇമ്മാനിനെ കൊഞ്ചിക്കാനും കളിപ്പിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സർജറി ഒക്കെ ചെയ്തതിന് കാരണം അധികം അവനെ കളിപ്പിക്കാനോ കൊഞ്ചിക്കാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ ഇമ്മാനു ഉണ്ടായ സമയത്തായിരുന്നു ഞങ്ങൾക്ക് പള്ളിയിൽ സമ്മർ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് അഡോറേഷൻ്റെ സമയത്ത് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഇമ്മാനിനെ ഞങ്ങൾക്കൊന്ന് കളിപ്പിക്കാനും അവൻ്റെ അസുഖം എത്ര വേഗം മാറ്റാനും ഒന്ന്. പിന്നെ ഞാൻ എൻ്റെ അനിയനായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു രാത്രി. ഞങ്ങളുടെ അനിയനെ എത്ര വേഗം അസുഖം മാറ്റിത്തരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് അടി കൂടുമ്പം അമ്മ ഞങ്ങൾക്ക് എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു, അതായത് ഈശോ സെക്കൻഡ് ജഡ്ജ്മെൻറ്റിന് വരുമ്പോൾ ഇമ്മാനുവിനെ ആയിരിക്കും നമ്മുടെ ഫാമിലിയിൽ ഫ്രണ്ടിൽ നിർത്തിയിട്ട് അവനായിരിക്കും നമ്മുടെ സ്വർഗത്തിലേക്കുള്ള ഒരു എൻട്രി പാസ്. അവൻ്റെ സഹനങ്ങളും എല്ലാം കാണിച്ചു തന്ന് ഈശോ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. പിന്നെ നമ്മൾ അവൻ്റെ സഹനങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ശുദ്ധീകരണ സ്ഥലത്തിൽ ഒത്തിരി ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടാകും എന്നൊക്കെ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ നിങ്ങളുടെ ആരുടെയും മക്കള് ഇതുപോലെ രോഗാവസ്ഥയിലൂടെ കടന്നു ഉണ്ടായിരിക്കും. അപ്പം ആ സഹനങ്ങളെ തട്ടിത്തെറിപ്പിക്കാതെ ഈശോയോട് ചേർത്ത് വെച്ച്, ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ആ സഹനങ്ങളെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുമ്പോൾ അത് കൃപകളായിട്ട് നമ്മുടെ ജീവിതത്തിലേക്കും അനേകരുടെ ജീവിതത്തിലേക്കും കൊടുക്കുവാൻ ഈശോയ്ക്ക് സാധിക്കും. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.